ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ക്രീമി ടെക്സ്ചറിലുള്ള മാഷ്ഡ് പൊട്ടറ്റോയും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ബോൺലെസ് ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടി, കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്രഷ്ഡ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം, അത് കാണിക്കാൻ വിട്ടുപോയി. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഹാഫ് ആൻ അവർ കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുത്ത മുട്ട ഈ ചിക്കനിലേക്ക് ഒഴിച്ച് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോരോ ചിക്കൻ പീസും ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് ക്രംസിൽ ഞാൻ കുറച്ച് വൈറ്റ് എള്ളും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും എത്തണം. ഇനി ഇത് നന്നായി ചൂടായ എണ്ണയിലേക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല, ചിക്കൻ ഹാർഡായിപ്പോവും. ഇത് ഉൾഭാഗത്ത് ചിക്കൻ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി ഇത് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ള ഓരോന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ ഫ്രൈക്ക് ഇവിടെ പറയുന്ന പേരാണ് സ്നീസൽ. നാട്ടിലെന്ത് പറയുമെന്ന് എനിക്കറിയില്ല. മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ 3 കഷ്ണം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. എനിക്ക് ബട്ടർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബട്ടർ ഇട്ടുന്നേ ഉള്ളൂ. ഇനി ഈ പൊട്ടറ്റോക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടി കുറച്ച് ക്രഷ്ഡ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടി. നല്ല ക്രീമി ടെക്സ്ചർ ആയിരിക്കും. ഒന്നുകൂടി ഒന്ന് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് മാഷ്ഡ് പൊട്ടറ്റോ എടുക്കാം. ഇനി ഒരു ചിക്കൻ പീസും കൂടി വെച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട്? ഇതാണ് എൻ്റെ ലഞ്ച്. വീട്ടിൽ കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. എപ്പോഴും ചോറ് തിന്ന് മടുത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ചേഞ്ച് നല്ലതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.